കഴിഞ്ഞ 2016 ഡിസംബർ 5 ഒരു ഗേറ്റ് മീറ്റിംഗ് പരിപാടി സംഘടിപ്പിച്ച് യൂണിയൻ്റെ നേതൃത്വത്തിൽ തൊഴിലാളി വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയും ആ മാനേജ്മെൻറ്റ് അത് അംഗീകരിക്കാത്തതുകൊണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി യൂണിയൻ്റെ നമ്മൾ തൊഴിലാളികളുടെ വിഷയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഒരു ഗേറ്റ് മീറ്റിംഗ് 2016 ഡിസംബർ 5 വൈകുന്നേരം ഒരു 6:30 അത് വെച്ച് നിശ്ചയിച്ച ടൈം. അത് ഞങ്ങൾ ഡ്യൂട്ടിയിൽ നിന്ന് ഞങ്ങൾ 10-30ഓളം ജീവനക്കാരുണ്ടായിരുന്നു. ആ ഡ്യൂട്ടിയിലുള്ളവർ ആ ഒരു 10 മിനിറ്റ് വരെ ഞങ്ങൾ ഇറങ്ങി ആ വിഷയത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. നമ്മൾ വേറെ ഒന്നും സ്ഥാപനത്തിനോ ക്ലബിനും മെമ്പേഴ്സിനോ മറ്റുള്ള തരത്തിൽ ഒരു രീതിയിലും നമ്മൾ മോശമായിട്ടുള്ള രീതിയിലോ ക്ലബ്ബ് അവമാനിക്കാനുള്ള രീതിയിലോ അതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഈ വിഷയങ്ങളും ലേബറിൽ അനുസരിച്ചുള്ള ശമ്പള വർധനം മറ്റുള്ള തൊഴിലാളികളെ പീഡനം അത് മാത്രം നടപ്പിൽ മാറ്റി നമുക്ക് ശരിയാക്കി തരണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഡ്യൂട്ടിയിൽ കയറിയ ഡ്യൂട്ടിക്കാരുടെ അടുത്ത് 2 കമ്മിറ്റി മെമ്പർ വന്ന് പറഞ്ഞ് നിങ്ങൾ ഡ്യൂട്ടിക്ക് നിൽക്കണ്ട, ഡ്യൂട്ടിയിൽ നിൽക്കിയ സമയത്താണ് പറഞ്ഞത് ഡ്യൂട്ടിയിൽ ഇനി നിങ്ങൾ നിൽക്കണ്ട, നിങ്ങൾ പരിപാടിക്ക് പോയതല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ എല്ലാ വർഷം ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്നാലും ജനറൽ ബോഡി ആയിരുന്നാലും കമ്മിറ്റി ആയിരുന്നാലും മറ്റുള്ള എന്തൊരു പരിപാടിക്കായിരുന്നാലും ഞങ്ങളെ ഇതുപോലെ ആ സമയത്ത് ഞങ്ങൾ ഡ്യൂട്ടിയിലായിരുന്നാലും വിട്ടതിന് ശേഷം അവർ പറയുകയും ചെയ്യും നിങ്ങൾ പരിപാടി കഴിഞ്ഞാലും നിങ്ങൾ ഡ്യൂട്ടിക്ക് വരണം, ഡ്യൂട്ടിക്ക് ഒരു തടസ്സം പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതനുസരിച്ച് 6 മണിക്കാണ് ഞങ്ങൾ ഒരു 6:30 മണിക്കാണ് ഞങ്ങൾ ആ സമയം നമ്മൾ പോയി പരിപാടിയിൽ പങ്കെടുത്തത്. അതിനുശേഷം ഒരു 6:45 വന്നതിന് ശേഷമാണ് ഈ സംഭവം നമ്മുടെ അടുത്ത് അത് കമ്മിറ്റി മെമ്പറായ ഉദയകുമാർ കിരൺ എന്ന് പറയുന്ന പുള്ളി അവർ 2 പേരാണ് വന്നിരുന്നുകൊണ്ട് ഞങ്ങളുടെ പറഞ്ഞത് ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ കൂടെ പറഞ്ഞ് പരിപാടിക്ക് പോയവരാരും ഇനി നിങ്ങൾ നിൽക്കണ്ട, നിങ്ങൾ പൊയ്ക്കോളാം, വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷേ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ആരും പോയില്ല. ഞങ്ങൾ ഡ്യൂട്ടിയിൽ നിൽക്കുന്നുണ്ട് ആ രീതിയിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു. ഒരു അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം മ്യൂസിയം സ്റ്റേഷനിൽ നിന്ന് SIയും പോലീസും SIയുമായിട്ട് അവർ ഒരു 4-5 പേരായിട്ട് ജീപ്പിൽ വന്നു. ഒരു 8:30 മണിയോടും രാത്രി. ആ 8:30 മണിക്ക് വന്നിട്ട് എന്തിനാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് ഞങ്ങളോട് ചോദിക്കുകയും ചെയ്തു. ഇവിടെ സമരോ പ്രശ്നമോ അടിയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്ന് ചോദിച്ചത്. ഞങ്ങൾ പറഞ്ഞു സാറേ ഇവിടെ ലേബർ പ്രശ്നമാണ്, അത് ലേബറിന് ചർച്ചയ്ക്കൊന്നും നമ്മൾ മാനേജ്മെൻറ്റും ആരും വരാത്തതിൻ്റെ ഇതിൽ നമ്മൾ നേതാക്കന്മാരും വിളിച്ച് സംസാരിച്ചിട്ടും അവരാരും അതിനൊന്നും തയ്യാറല്ല, ഒരു കാര്യം ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങളിവിടെ പറയണതനുസരിച്ച് ജോലി ചെയ്യുക, നിങ്ങൾ പറയുന്ന കേൾക്കാനല്ല എന്ന ഉദ്ദേശത്തിലാണ് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം. അതിനനുസരിച്ച് ഞങ്ങൾ ഒരു പറഞ്ഞ് ലേബർ പ്രശ്നമാണ്, ഇവിടെ ക്ലബിനകത്തും ഒരു പ്രശ്നമില്ലാന്ന് വന്ന SI അടുത്തും സ്റ്റേഷൻ നമ്മളെ മ്യൂസിയം സ്റ്റേഷനിൽ നിന്ന് SI അടുത്ത് പോലീസുകാരടുത്തും പറഞ്ഞു സാർ ഇവിടെ വേറെ പ്രശ്നമില്ല, ലേബർ പ്രശ്നമാണ്, അല്ല ഇവിടെ സമരം വേറെ ഒന്നുമില്ല എന്നാണ്. അപ്പോൾ SI നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ലേബർ പ്രശ്നമാണെങ്കിൽ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അടിയോ സമരമോ എല്ലാം ഉണ്ടെങ്കിൽ അത് ഉണ്ടാവുമെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല സാർ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് നിങ്ങൾ വേറെ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പറഞ്ഞിട്ട് മാന്യമായിട്ടുള്ള രീതിയിൽ മ്യൂസിയം സ്റ്റേഷനിൽ നിന്ന് SIയും അവർ വന്നൊരു പറഞ്ഞിട്ട് ഒരു 8:30 മണിയോടെ അവരങ്ങ് പോവുകയും ചെയ്തു. സ്റ്റേഷനിൽ നിന്ന് ഒരു ഏകദേശം ഒരു 9 മണി കഴിഞ്ഞപ്പോൾ ബാറിൽ നിന്ന് മദ്യപിച്ചുകൊണ്ടിരുന്ന ഒരു 10-30ഓളം മുംബൈസ് വരും. അവരെല്ലാം കൂടെ ഇറങ്ങി വന്നുകൊണ്ട് എല്ലാം ഇറങ്ങിപ്പോയിണ്ട, ഇനി നീയൊക്കെ ഇവിടെ ഒരുത്തനും ഇവിടെ നിൽക്കണ്ട, നീയൊക്കെ ഇവിടെ വലിയവനൊന്നും ഇവിടെ ഞങ്ങളെ മുമ്പേ നീയൊക്കെ ഇവിടെ വലിയവനാണ്ട ആവണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് എല്ലാം കൂടെ ഇറങ്ങി വന്നു. അപ്പോൾ ബാറിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന സമയത്ത് വിജിത് തമ്പി സാർ എന്ന് പറഞ്ഞ ആ പുള്ളിയുടെ കയ്യിൽ മധ്യ ഗ്ലാസ് ഇരിക്കുകയാണ്. അതേപോലെ ഈ മറ്റേ അജിത്ത് എന്ന് പറഞ്ഞ പുള്ളി പഴയ കമ്മിറ്റി മെമ്പറാണ്, അജിത്ത് എന്ന് പറഞ്ഞ പുള്ളിയും കൂടെ ഒട്ടിങ്ങി ഇറങ്ങി കയറി വന്നിരുന്നിട്ട് എല്ലാത്തിനെയും അടിച്ചിറക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു ജോലി കൊണ്ടിരിക്കുന്ന ഇടയിൽ ഞങ്ങൾ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഇറങ്ങിപ്പോകേണ്ട കാര്യമില്ല എന്ന് പറയുന്നിടത്ത് ഞാനും ടോമി ജോസഫ് എന്ന് പറഞ്ഞ പുള്ളി ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എതിർത്ത് പറയണം, ഞങ്ങൾ ഒരു തെറ്റും ചെയ്യില്ല, ഞങ്ങളങ്ങനെ ഇറങ്ങിപ്പോകേണ്ട ഒരു കാര്യമില്ല. അപ്പോഴാണ് ഈ വിജിത് തമ്പി സാറിൻ്റെ കയ്യിരുന്ന മദ്യം എടുത്ത്
എടുത്ത് ഓടിച്ചത് അവിടെ 4-5 സ്റ്റാഫിൻ്റെ പുറത്തും ഞങ്ങളെ പുറത്തേക്ക് വിടുന്നു. എന്നിട്ട് 2-3 ഭാഷകളാണ് വിളിച്ച് പറഞ്ഞത്. പക്ഷേ അത് എനിക്ക് ഇതിൽ പറയാൻ പറ്റില്ല. പറഞ്ഞിട്ട് ഇറങ്ങേണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഈ അടിച്ചതിനെ തള്ളി, നീയാണ് ഇവിടുത്തെ വലിയവനെന്നും പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ചൊരു തള്ളുകളി. അപ്പോൾ ഈ അജിത്ത് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എന്നെ അടിച്ച് പിടിച്ച് കുറുക്കിൽ വന്ന് ഒരു അടി അടിച്ചിട്ട് ഒരു പുള്ളിയുടെ തോളോടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് വാടാ പട്ടി പിലേൻ്റെ മാനെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പിടി പിടിച്ച് എൻ്റെ നെഞ്ചിലോട് പുള്ളിയുടെ നെഞ്ചിലോടെ ചേർത്ത് പിടിച്ചു. അപ്പോൾ ഈ സാസവന മോഹനും മുമ്പേ നിർത്തിക്കൊണ്ടാണ് ഇവർ കളിക്കുന്നത്. പാർട്ടിയുടെ ഉന്നത ഒരാളാണെന്നും പറഞ്ഞുകൊണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.